നല്ല രസമുണ്ട് കേട്ടോ. അതെ, താങ്ക് യു. നാടൻ പെൺകുട്ടി. എന്താ ഈ വേഷത്തിൽ വന്നതിന്റെ രഹസ്യം, ഉദ്ദേശം? അത് എനിക്കൊരു കാര്യം പറയാനുണ്ടേ. ഞങ്ങളൊരു ദിവസം ഇങ്ങനെ ഊബറിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോ കാറിലൊരു പാട്ട് കേട്ടു. അപ്പൊ നല്ല രസമുണ്ടെന്ന് തോന്നി. നല്ല സംഗതികളൊക്കെ ഉള്ളൊരു പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇവിടെ പുതിയ റൗണ്ടിൽ നമ്മളെ പാട്ട് സെലക്ട് ചെയ്യല്ലോ. അപ്പോ ഞാനിങ്ങനെ ഗ്രൂമേഴ്സിനോട് പറയാൻ വരുമായിരുന്നു എനിക്ക് ഈ പാട്ട് വേണമെന്ന്. അതിന് മുമ്പ് അവരെനിക്ക് ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നു. കോയിൻസിഡൻസ് ഉള്ള അതെ. ഇത്രയായിരം കോടിക്കണക്കിന് പാട്ടുകളുള്ള ഈ ലോകത്തുനിന്ന് ഒരു പാട്ട് മൈഥിലി കുട്ടിക്ക് കേട്ട് ഇഷ്ടപ്പെട്ടു. ആ പാട്ട് തന്നെ സെലക്ഷൻ തകർക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ലെ, ഞങ്ങളുടെ വിശ്വാസം അതാണ്. ഇഷ്ടപ്പെട്ട പാട്ട് തന്നെ കിട്ടി. അതൊരു കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചു. അപ്പൊ അതൊരു നിമിത്തായിരിക്കും അല്ലെ, ദൈവത്തിന്റെ ഒരു പ്ലാനിങ് ആയിരിക്കും. നമുക്ക് നോക്കാം ഏതാ പ്ലാനിങ് ഉള്ള പാട്ട്. കാവേരി തീരത്തെ കളമെഴുതും മുറ്റത്തെ. കല്യാണി മുല്ലേ. അതെ, കൊള്ളാട്ടോ, നല്ല പാട്ടാണ്. കൈതപ്രം സാർ. ബാക്കി ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. സിനിമ കൈകൊടുന്ന നിലാവ്. വർഷം 1998. പാടിയത് ചിത്രാമ്മ. ഇതിൽ രസമുണ്ട് എന്ന് പറയാൻ കാരണം അത് കൈതപ്രം സാറും ഗിരീഷേട്ടനും ഒന്നിക്കുന്ന ഒരു പാട്ടാണ്. രണ്ടുപേരും രണ്ടുപേർക്കും ഒരുപാട് സംഗീത രചയിതാക്കളാണ്. ഗിരീഷേട്ടൻ മ്യൂസിക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പിന്നെ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ഡിവോഷണൽ സോങ്സ്. പക്ഷെ ഗിരീഷേട്ടൻ അസലായിട്ട് പാടുകയായിരുന്നു. അതെ അതെ, ഒരു രക്ഷയില്ലായിരുന്നു. ഉഗ്രനായിട്ട് പാടും. അതുപോലെ കൈതപ്രം സാറ് സൂപ്പറായിട്ട് പാടും. കച്ചേരി എല്ലാം പാടും. അപ്പൊ അങ്ങനെ രണ്ട് ലെജൻസിന്റെ ഒരു ചേർച്ചയാണ്, കൂട്ടായ്മയാണ് ഈ പാട്ട് അല്ലെ. അപ്പൊ ഒരു തെറ്റുമില്ല ഊബറിൽ ഇരുന്ന് ഇങ്ങനെ ഡിസൈഡ് ചെയ്യാനുള്ളത്. ഓൾ ദി ബെസ്റ്റ്.
വെരി നൈസ്. അപ്പൊ ചാറ്റ് GPT പറയുന്നു ഇന്ന് മല്ലുക്കുട്ടന് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി നിന്യാനബേ ഓൺ 100. ഹിന്ദിയാ ഹിന്ദി. എനിക്കറിയാം, ഞാൻ പറയട്ടെ. പറഞ്ഞു 99. പെർഫോമർ ഓഫ് ദ ഡേ ആണ് കേട്ടോ മൈഥിലി. ആര്യ ചേച്ചി വെൽക്കം. ആര്യ ചേച്ചി, യെസ്, 2 ഗിഫ്റ്റ് ഉണ്ട് നമുക്ക്. 2 ഗിഫ്റ്റ് ഉണ്ട്. ഒന്ന് നമ്മുടെ കിൻഡർ മോക്സിന്റെ ഒരു സൂപ്പർ ഉടുപ്പ്, അടിപൊളി ഉടുപ്പ്. അടുത്ത പ്രാവശ്യം ഇട്ടിട്ട് വരണം. നമ്മളെ ആനന്ദ ഭൈരവി പാടി ഞെട്ടിച്ച മൈഥിലി കുട്ടിക്ക് പല്ല് തേക്കാൻ വിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. കൺഗ്രാറ്റുലേഷൻസ്. മിടുക്കിയെ പാടി കേട്ടോ. എന്നാലും എന്തോ മീനുട്ടിയുടെ ഈ ആനന്ദ ഭൈരവിയിലുള്ള അഗാധമായ പാണ്ഡിത്യം ഞങ്ങളെ അമ്പരിപ്പിച്ചു. നിങ്ങൾ അമ്പരക്കണം, പക്ഷെ അധികം ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കരുത്. മനസ്സിലായോ? അടുത്ത റൗണ്ടിൽ എത്തുമ്പോഴത്തേക്ക് മീനോട്ടിനും അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു. ചേച്ചി താങ്ക് യു. താങ്ക് യു. മൈഥിലി കുട്ട താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.